ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഓണവിശേഷമൊക്കെ ആയിട്ടോ വന്നിട്ടുള്ളത്. ഓണസദ്യയുടെ തിരക്കിലാണ് കേട്ടോ. ഞാനും മോളുടെ ഉപ്പച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യം തന്നെ ചോറാണ് കേട്ടോ ഉണ്ടാക്കണേ. അരിയൊക്കെ നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിലിട്ട് ഗ്യാസുമലാണ് കേട്ടോ ചോറ് വെക്കണത്. അപ്പൊ ചോറ് ഞാൻ ഗ്യാസുമ്മല് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മോള് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മോള് ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈകിട്ടാട്ടോ എണീക്കല്. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാട്ടോ. ഇന്ന് ഓണസദ്യ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മോളുടെ ഉപ്പച്ചി കടയിൽ നിന്ന് പൊറോട്ടയും കറിയൊക്കെ കൊടുന്നതാണ് കേട്ടോ ഇത്. മോളോടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഈ പച്ചക്കറികൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. അതിൽ പാത്രങ്ങളൊക്കെ അവിടെ വരിയായി വെച്ചിട്ടുണ്ട് ഓരോന്നിനായിട്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ അവിയലിലെ കഷ്ണങ്ങളാണ് കേട്ടോ നുറുക്കിയെടുക്കണത്. മുരിങ്ങക്കയും ക്യാരറ്റും അങ്ങനെ ഓരോ പച്ചക്കറികളായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എല്ലാം ഞാൻ ഈ ഒരു മുറത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചോറ് ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ, വിസിലൊക്കെ അടിച്ച്. അതിലൂടെ ഞാൻ ചോറ് റെഡിയാക്കേണ്ടത് ഞാൻ പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ചോറുണ്ടാക്കണത്. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് പിന്നെ ചോറ് വാർത്തിട്ട് അതിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാ അടുപ്പ് പോലെ കേട്ടോ. അപ്പൊ നമ്മളെ കഷ്ണങ്ങളൊക്കെ നുറുക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലെടുക്കുക. പിന്നെ എല്ലാം അതിന് നുറുക്കി വെച്ചിട്ടുണ്ട്. മത്തങ്ങ കൂട്ടുകറിക്കുള്ളത് നുറുക്കിയിട്ടുണ്ട്, പൊട്ടറ്റോ. പിന്നെ നമ്മൾ സാമ്പാർക്കുള്ള വെണ്ടയുണ്ടത്, കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, മോരുകറി ഉണ്ടാക്കാനുള്ള കുമ്പളങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങയാണ് കേട്ടോ. നമുക്ക് എല്ലാത്തിൽക്കും തേങ്ങ ആവശ്യമുണ്ടല്ലോ. മല്ലിയില ഉണ്ട്, നമ്മള് സാമ്പാറിലും രസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മള് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പയറ് തോരൻ ഉണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മൾ അവിയലിന്റെ പ്രധാനപ്പെട്ട അവിയലിന്റെ കഷ്ണങ്ങളാണ് കേട്ടോ ഇതൊക്കെ മുറിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സാമ്പാറാണ് കേട്ടോ, സാമ്പാറിന്റെ കഷ്ണങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാലോ, പെട്ടെന്നാവുമല്ലോ. അത് ആദ്യം തന്നെ ഞാനിത് കുറച്ച് മൺപയർ വിസിലടിക്കാണ്ട് കുക്കറിലിട്ടിട്ട് മൺപയറും മൂലം വെക്കാനുള്ളതാണ് കേട്ടോ ഇത്. അതിലൂടെ ഞാൻ എല്ലാ പണികളും പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞാനത് അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാട്ടോ. പച്ചക്കറികള് നന്നായി കഴുകിയതിൽ നമ്മൾ ചേനക്ക ഇതിന്റെ ആദ്യം ഒന്ന് കഴുകിയെടുത്തിട്ടാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത്തിരി പച്ചവെള്ളവും പച്ചമുളകും ഇട്ടിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാട്ടോ ചെയ്യണത്. ഒരിത്തിരി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ആവി കയറ്റി വേവിക്കാം കേട്ടോ. അപ്പൊ അത് ഞാൻ ആയി വരട്ടെ. അപ്പൊ നന്നായി ഇതിന് കുറച്ചൊരു ആവിയൊക്കെ വന്നിട്ടുണ്ടോ, ഒരു ഹാഫ് വേവായിട്ടുണ്ട്. എനിക്ക് ആ തൈര് ഒഴിക്കാണ്ട് അവിയലിക്ക്. നന്നായി കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ, ഒരു മേടി വേവായിട്ട്. അപ്പത്തന്നെ ഞാൻ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ തേങ്ങ ചതച്ചതാണ്ടോ ഇത്. കറിവേപ്പിലിട്ട് നമ്മൾ ഓരോ പച്ചക്കറികൾ നമ്മൾക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്തിക്കുകയാണെങ്കിൽ, ഒരിത്തിരി മേടത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന്. അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചത് നമ്മള് അവിയലിന്റെ പരിപാടി കഴിഞ്ഞിട്ടോ. ഞാൻ അടുത്തത് മോരുകറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. മോരുകറിക്ക് ഞാനിതാ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് വേവിക്കാം കേട്ടോ ചെയ്യണേ. അതാകുമ്പോഴേക്കും ഞാനിതാ കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ അരക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പയറൊക്കെ വെന്തിട്ടുണ്ടോ, മൺപയർ വെന്തിട്ടുണ്ടോ. അപ്പൊ ഞാൻ അതിൽ കുറച്ച് മത്തൻ ഇട്ടിട്ട് മത്തനെ ഉപ്പിട്ട് വേവിക്കാണ്ടോ ചെയ്യണേ. അടുത്തൊരു വിസിലും കൂടി അടിക്കട്ടെ കേട്ടോ. എനിക്ക് ഞാൻ സാമ്പാർ കഷ്ണങ്ങൾ കഴുകിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് മോരുകറിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോര് ഒഴിച്ചിട്ടുണ്ട്, കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ. അതിൽ മോര് ഒഴിച്ചിട്ടുണ്ട്. മോരൊന്ന് ചെറുതായിട്ട് ചൂടായി തിളച്ച് വരട്ടെ. അപ്പൊ മോരൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തൈരാണ് കേട്ടോ ഒഴിക്കണത്. അപ്പൊ അത് തേങ്ങ ഒഴിച്ചിട്ടോ അരച്ചത്. അപ്പൊ ഇനി മോരുകറി റെഡി ആയിട്ടോ. അപ്പൊ നമ്മൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്ന സാധനമാണല്ലോ അല്ലേ, നമ്മളെ ഓണസദ്യ.
അപ്പൊ ഇനി ഇതിൽ കടുക് പൊട്ടിച്ചിട്ടോ, പിന്നെ നമ്മളെ മോരുകറി റെഡിയായി. ഇനി നമ്മളെ മത്തനും പയറും ഒന്ന് ഓലം റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് ഇത് ഒഴിക്കണ പരിപാടിയാണ് കേട്ടോ. ഇതില് ഒരു ചെറുതായിട്ട് നമ്മൾ തേങ്ങ ഇട്ട് ആവി വരണം കേട്ടോ. ഒരു ചെറിയൊരു ആവി വന്നതിന് ശേഷം നമുക്ക് ഇതിക്ക് എണ്ണ കടുക് പൊട്ടിക്കട്ടതില് കടുവും കറിവേപ്പിലയും നമ്മളെ വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിക്കാണ്ടോ ചെയ്യണേ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഓരോ പാത്രത്തിൽ ഒഴിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഓരോ ബൗളിൽ കൂടി ഇങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ ഒഴിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ പച്ചക്കറികളിൽ ഏറ്റവും സ്വാദിഷ്ടമായതാണ് ഇനി സാമ്പാറാണ് കേട്ടോ. സാമ്പാറിന് ഞാൻ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ട് വേവിക്കാണ്ടോ ചെയ്യുന്നത്. അടുത്ത് ഞാൻ വെണ്ട വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. സാമ്പാർക്കില്ലേ വെണ്ട. അപ്പൊ വെണ്ടി വറുത്ത് കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോട്ടോ. പയറ് തോരനാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഇനി അടുത്ത് തേങ്ങയും ജീരകമൊക്കെ അരക്കാൻ പോവാണ് കേട്ടോ. നമ്മളെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ അത്. ഉണ്ടാക്കുമ്പോ തന്നെ നമുക്ക് പാത്രത്തിൽ കുഴച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അതിലിടയിലൂടെ ഞാൻ ഇത് സാമ്പാറിനുള്ള പരിപാടിയാണ് കേട്ടോ. സാമ്പാറിൽ ഞാൻ കഷ്ണങ്ങളാണ് കേട്ടോ ആദ്യം വേവിച്ചിട്ടുള്ളത്. ഈ പരിപ്പ് പെട്ടെന്ന് അടിച്ച് വിസിലടിക്കാൻ കഴിയും കേട്ടോ. അപ്പൊ ഒരു വിസിലിൽ നിന്ന് പരിപ്പ് നന്നായിട്ട് വേവുണ്ട്. അപ്പൊ ഇനി ആ സാമ്പാറിൽ പരിപ്പും കായപ്പൊടിയും കൂടി ഒരുമിച്ചിട്ടിട്ടാട്ടോ സാമ്പാർ അടിക്കണത്. നമ്മൾ വറുത്തരക്കാത്ത സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ സാമ്പാറാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. ഇനി നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ബീട്രൂട്ട് പച്ചടിയിൽ പച്ചമുളകും ബീട്രൂട്ടിൽ കുറച്ച് ഉപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേവിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിതിൽ തേങ്ങ തൈരൊക്കെ ഒഴിക്കണത്. അപ്പൊ അത് ഞാനിതാ ഗ്യാസമ്മൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ സാമ്പാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാമ്പാറിൽ വെണ്ട ഇട്ടു. ഇനി വെണ്ട ഇട്ട് നന്നായി ഒന്ന് വേവട്ടെ. അപ്പൊ നമ്മൾ ബീട്രൂട്ടും വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബീട്രൂട്ടിൽ കുറച്ച് ശർക്കര പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തേങ്ങയൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാന്. അപ്പൊ നമ്മള് സദ്യയൊക്കെ ഉണ്ടാക്കാണ്ടല്ലോ. ഞങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയ വീഡിയോ ഒന്നും തന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മള് ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഞാൻ തൈരിൽ തന്നെയാണ് കേട്ടോ അത് പിന്നെ തേങ്ങ അരച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇങ്ങനെ റെഡിയാക്കി വരികയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സാമ്പാറാണ് കേട്ടോ റെഡിയാക്കാനുള്ളത്. സാമ്പാറിൽ കുറച്ച് പുളി ഒഴിക്കാനുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് സദ്യ മതിയല്ലോ. ഞങ്ങളാകെ കുറച്ചാളല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് ചെറിയൊരു സദ്യ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സദ്യ കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. അപ്പൊ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ പൊടി ഇടുക കേട്ടോ ചെയ്യുന്നേ. ഒരിത്തിരി ശർക്കര പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ കിട്ടും. നമ്മളെ കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടൂലേ അതേ സ്മെല്ലിലാട്ടോ കിട്ടുക. ഞാൻ അടുത്ത് ഉണ്ടാക്കുന്നത് വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ. വെള്ളരിക്ക നുറുക്കി വെച്ചിട്ടുണ്ട്. വെള്ളരിക്കന് ഗ്യാസുമിൽ തന്നെ കേട്ടോ കുക്കറിൽ അടിച്ചാണ് കേട്ടോ ചെയ്യണേ. ഞാൻ വെള്ളരിക്കൽ ഞാൻ ചെറിയ ജീരകവും പച്ചക്കടുകാണ് കേട്ടോ അരക്കണത് കിച്ചടിയിൽ. തൈരും തേങ്ങയും
ഇങ്ങനെയാണ് കേട്ടോ അരച്ചെടുക്കണത്. അപ്പൊ നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളരി. അപ്പൊ എനിക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കണ്ടോ. ഈ കിച്ചടിയിൽ എനിക്ക് നന്നായിട്ട് തൈരിന്റെ ടേസ്റ്റ് കിട്ടണ്ടോ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ തേങ്ങ അരക്കുമ്പോൾ ലേശം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ തേങ്ങ അരച്ച് ഒഴിക്കാണ്. അപ്പൊ നമ്മുടെ കിച്ചടി ഏകദേശം റെഡി ആയിട്ടോ. ഇനി നമുക്കൊന്ന് വറവിട്ട് കൊടുത്താൽ മതി. അപ്പൊ മോളിങ്ങനെ ഓരോന്ന് ചോദിക്കണ്ട് കേട്ടോ. പുളിശ്ശേരി ആണോന്നൊക്കെ കേട്ടോ മോള് ചോദിക്കണത്. അപ്പൊ നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടോ. ഇനി ഞാൻ അടുത്തത് നമുക്ക് സദ്യയിൽ ഏറ്റവും ടേസ്റ്റുള്ളൊരു സാധനം ഉണ്ടല്ലോ, നമ്മളെ പുളിയിഞ്ചി. ഒരിത്തിരി ഉള്ളിട്ടുണ്ടാക്കണത് പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോകട്ടെ. ഇതിൽ ഞാനിതാ ഇഞ്ചിയും പച്ചമുളകും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുളിയും ഇതിനെ നന്നായി ഇളക്കി വേവിക്കട്ടെ. ലേശം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ നന്നായി ഇളക്കിയത് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തിരി മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മധുരവും പുളിയും ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എരി മുന്നിട്ട് നിൽക്കണം ഞങ്ങൾക്ക് ഇവിടെ കേട്ടോ പുളിയിഞ്ചിയിൽ. അത് ഇത്തിരി ശർക്കര പൊടിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ പുളിയിഞ്ചി ഇതായിട്ടോ റെഡിയായി. നമുക്ക് ഇതിനൊരു ഇത്തിരി ഉലുവയും കടുവും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഞാൻ അതിൽ ഉലുവ പൊടി ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതിന് പകരമായിട്ട് എനിക്ക് ഉലുവ ഇങ്ങനെ കടിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഉലുവ എണ്ണയിലിട്ട് പൊട്ടിക്കണതാണ് കേട്ടോ എനിക്കിഷ്ടം. നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കഴിഞ്ഞു. കുഞ്ഞു സദ്യയാണ് കേട്ടോ ഉണ്ടാക്കണത്. അടുത്ത് നമുക്ക് സാമ്പാറിന് കടുക് പൊട്ടിക്കാനുണ്ട്. ഇത് നമ്മുടെ രസമാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ രസം ഉണ്ടാക്കണത്. തക്കാളിയാണ് കേട്ടോ തക്കാളി രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൽ കുറച്ച് കായപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് അപ്പൊ നമ്മളുടെ രസം റെഡി ആയിട്ടോ. സദ്യയിൽ ഒഴിക്കാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ രസം നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ തന്നെ ഞാൻ ഓരോ ബൗളിൽ കൂടെയും പാത്രത്തിൽ കൂടെ ഒക്കെ സാധനങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം പാത്രങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ കൂടി കൂടി ഇരുന്നിട്ട് പിന്നെ ഒക്കെ കഴിക്കണേത്തിന് നമ്മൾ തന്നെ വേണമല്ലോ എല്ലാം. ഇനി അടുത്ത് നമ്മുടെ പായസമാണ് കേട്ടോ. ഞാനിവിടെ ചൗരിയും സേമിയനും കൂട്ടിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കണത്. അപ്പൊ ഈ ചൗരന്ന് കുറച്ച് കുതിരട്ടെ കേട്ടോ. അതിന് കൂടുതൽ സമയമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മള് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിന് മുന്നേ ഈ ലാസ്റ്റിൽ കണ്ടോ പായസം വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ 2 പാക്ക് പാലിട്ടോ 1 ലിറ്റർ പാലാട്ടോ എടുത്തുള്ളത്. അതിൽ 1 ലിറ്റർ പാലിന് ഞാൻ 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് പായസത്തിനുള്ള ഈ പാലിന് ഞാൻ ഈസി കുക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ടോ. ഒരു സ്റ്റീലിന്റെ കടായി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഉരുളി പാല് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ടോ. കാരണം കൂടുതൽ ഇങ്ങനെ വെക്കാനൊന്നും ഞങ്ങൾക്ക് ടൈമില്ല കേട്ടോ. സമയമൊക്കെ ഏകദേശം ഭക്ഷണം കഴിക്കാനായിട്ടുണ്ട്. നമ്മൾ സ്റ്റീൽ പാത്രം വെക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടോ. കാരമൽ ചെയ്യുമ്പോൾ കുറഞ്ഞ തീയിൽ വേണ്ടത് വെക്കാന്. അപ്പൊ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഇട്ട് ഒഴിക്കണേ. നമ്മൾ പാല് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാല് ഒഴിച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും.
അപ്പൊ കൂടുതൽ ഞാൻ പച്ചവെള്ളം കേട്ടോ അങ്ങനെ ഒഴിക്കൽ പായസം ഉണ്ടാക്കുന്ന സമയത്ത്. ഇത് അങ്ങനെ അടി പിടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നമ്മളിങ്ങനെ ഇതിനെ ഇളക്കിയെടുത്താൽ മതി. അപ്പം നല്ല തിളച്ച് പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കണത്. അപ്പം അല്ലെങ്കിൽ പാല് തിളച്ച് വരാൻ കുറേ സമയം പിടിക്കും. നന്നായി ഇളക്കി ആദ്യം തന്നെ ചൗരി കേട്ടോ ഇട്ട് കൊടുക്കണേ. ചൗരി നന്നായിട്ട് കുതിർന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇനി പാല് കിടന്ന് വേവട്ടെ. ഇവിടെ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പരിപ്പ് പായസമാണ് കേട്ടോ. അപ്പം അതിനൊന്നും ടൈമില്ല. ഞാനിതാ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഈ സേമിയ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ റോസ്റ്റ് ചെയ്യണേ. അപ്പം സേമിയനും ചൗരി ഇനി നന്നായിട്ടൊന്ന് വേവട്ടെ. മോൾട്ടി നല്ല വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളും ഞാനും ഉപ്പയും പായസത്തിന്റെ തിരക്കിലാണ് ഇവിടെ. മോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ എനിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാ പായസമൊക്കെ റെഡി ആകുമ്പോഴേക്കും മോളും ഉപ്പി സദ്യക്കില്ല വാഴയിലൊക്കെ വെട്ടി വരുന്നുണ്ട് കേട്ടോ വീട്ടിക്ക്. സദ്യ റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ പായസമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചവ്വരിയും സേമിയനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലൊരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ പായസത്തിന്റെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നമ്മള് മിൽക്ക് മേഡ് ഒഴിക്കാം കേട്ടോ. അത് മിൽക്ക് മേഡ് ഞാൻ കൂടുതലൊന്നും ഒഴിക്കില്ല കേട്ടോ. അതിൽ പഞ്ചസാരയാണ് ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പായസത്തില്. അപ്പൊ നമ്മുടെ പായസവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ആണല്ലോ നമ്മളുടെ ഇതിലിങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. ഇത് നമുക്ക് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് നെയ്യിൽ ഇങ്ങനെ വറുത്ത് കോരിയിട്ട് കഴിഞ്ഞാൽ. അപ്പം പായസവും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ പായസമായിട്ടുണ്ട്. പപ്പടം പൊരിച്ചെടുക്കാം. ഓണസദ്യ സ്പെഷ്യൽ പപ്പടം. അപ്പൊ ഇങ്ങനത്തെ കേട്ടോ നമ്മളുടെ ഓണവിശേഷങ്ങള്. എല്ലാരും ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയില്ലേ? ഓണ ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാരും? ഓണസദ്യയുടെ പായസവും ഒക്കെ ആണല്ലോ അല്ലേ നമുക്ക് ഏറ്റവും പ്രധാനം. സദ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ പായസമാണല്ലേ. പിന്നെ ഈ സദ്യ കൂട്ടാനികളൊക്കെ അല്ലേ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള്. അപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഗതികളും പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ദാ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയായി. ചോറ്, ഓലൻ, ഉപ്പേരി, സാമ്പാർ, അവിയല് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഇതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ നമ്മളിതാ ഈ ഓണസദ്യ വിളമ്പാണ് കേട്ടോ. മോൾട്ടി ഉണ്ട് കേട്ടോ വിളമ്പാന്. ഓൾ പഴം കൊടുക്കുന്നുണ്ട്. പഴമൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഓൾക്കും ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ കായ വറുത്ത് ഉപ്പേരി എന്നാണ് നമ്മൾ പറയണല്ലേ. അപ്പൊ ഞാനും വിളമ്പട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ എന്നോട്. അവിടെ ഇവിടെയൊക്കെ ഓടി നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഓടി കളിക്കണേ. അപ്പൊ നമ്മളെല്ലാ മോൾട്ടി ഉപ്പേരിയൊക്കെ വിളമ്പുണ്ട് കേട്ടോ. നമ്മളെ പയറ് തോരനൊക്കെ മോൾട്ടി ഉണ്ടോ വിളമ്പണേ. പച്ചടി, തോരൻ, അവിയല്, ഓലൻ, കിച്ചടി എല്ലാം കൂട്ടി നമ്മള് സദ്യ കഴിക്കാല്ലേ. അച്ചാറ്, പുളിയിഞ്ചി. മോൾട്ടിക്ക് പുളിയിഞ്ചി ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടോ എന്നോട്. ഇനി ആ പപ്പടം വിളമ്പട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പപ്പടമൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ ചീന്. നമ്മൾ ലാസ്റ്റ് ആണ് ചോറിലേക്ക് വന്നിട്ടുള്ളത്.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ട്ടോ നമ്മളുടെ ഓണസദ്യന്റെ വിശേഷങ്ങളും ഒക്കെ. ഓണസദ്യ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഓണസദ്യ ഉണ്ടാക്കാനും ഓണസദ്യ കഴിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. മോൾട്ടീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നീ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ, പക്ഷെ അവൾക്ക് കഴിക്കല എല്ലാരും കൂടെയാണ് കഴിക്കണേന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാണ്ടോള്. നമ്മൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകി പോയിട്ടുണ്ട് കേട്ടോ. ഓരോ കാരണം കൊണ്ട് ഓരോ പ്രശ്നങ്ങൾ എന്തോ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സദ്യയുടെ വീഡിയോ ഇടാൻ കുറച്ച് വൈകിട്ടുണ്ട് കേട്ടോ. എന്നാലും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഓണസദ്യയൊക്കെ ഒന്ന് കാണട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഓണസദ്യ എങ്ങനെ ഉണ്ടായിരുന്നു, ഓണസദ്യ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ നമ്മൾ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. പായസം ഒന്ന് ചെറുതായിട്ട് കട്ടി കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം. അപ്പൊ ഞാൻ മോൾട്ടിന്റെ ഇപ്പച്ചിന്റെ ഉമ്മച്ചിന്റെ കോണൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓണം സന്തോഷിച്ചിട്ടുള്ളത്. ഇനി ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാം റെഡി ആയിട്ട്. അപ്പൊ ഓണസദ്യ ഇതാ നമ്മൾ കഴിക്കാൻ കേട്ടോ. ഓണസദ്യക്ക് ഉഷാറായിട്ടുണ്ട് കേട്ടോ കഴിക്കാന്. നല്ല സൂപ്പറായിട്ട് കേട്ടോ സദ്യയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങളുടെ ഈ ഓണസദ്യയൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് ഞങ്ങൾക്കൊരു കമന്റ് ചെയ്യട്ടോ നിങ്ങള്. നമ്മള് ഫുഡ് കഴിക്കൽ രസം കുടിക്കാട്ടോ. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രസം കയ്യിലൊക്കെ ഒഴിച്ച് കഴിക്കാന്. ഉപ്പ കഴിക്കാണ്ട് മോള് വരുന്നുട്ടോ. ആ മോള് പിന്നെ വെള്ളത്തൊക്കെ പോയിട്ടോ. അപ്പൊ എല്ലാവരുടെയും ഓണസദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് പറയണ്ടോ. ഞങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങള്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഓണവിശേഷങ്ങളും ഓണത്തിന്റെ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ലാസ്റ്റിലാണ് കേട്ടോ പായസത്തുമ്മക്ക് എത്തിയിട്ടുള്ളത്. പായസമൊക്കെ പൊളിയായിട്ടുണ്ട്. എല്ലാരും ഇങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണ്ടോ. ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ. അധികം ആള് സദ്യയൊക്കെ ഉണ്ടാക്കുമല്ലേ. സദ്യ ഉണ്ടാക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ. സദ്യ ഉണ്ടാക്കാനും സദ്യ കഴിക്കാനൊക്കെ. ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം.